ഹായ് എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് നമ്മളൊരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. അധികമൊന്നുമില്ല, നമ്മളൊരു 10-11 സെൻറ്റൻസ് പഠിക്കുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു വളരെ കുറച്ച് വെച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം എന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ടാണ്. ഓക്കെ, പലതരത്തിലുള്ള ഷോപ്പിങ്സ് നമ്മൾ ചെയ്യും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യങ്ങളുള്ളത് സാധനങ്ങൾ മേടിക്കും, ചിലപ്പോൾ നമ്മൾ ഗൃഹോപകരണങ്ങൾ മേടിക്കാനായിട്ട് പോകും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഡ്രസ്സ് മേടിക്കാൻ പോകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഇന്ന് പഠിക്കണം കുറച്ച് സെൻറ്റൻസസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ ചെന്നേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഷർട്ടൊക്കെ എടുത്തു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് നമുക്ക് കിട്ടി. ഓക്കെ, പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടമാണ് ഒരു ബ്ലൂ കളറിനോട്. ഓക്കെ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ബ്ലൂ ആണ് കേട്ടോ. എനിക്ക് ബ്ലൂ കളർ ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് വൈറ്റ് ആണെങ്കിലും ഞാൻ എങ്ങനെയൊക്കെ വേറെ ഏതൊക്കെ കളർ എടുക്കണമെന്ന് പറഞ്ഞു ചെന്നാലും ബ്ലൂവിൽ ചെന്നാണ് ഞാൻ കൈവയ്ക്കുള്ളൂ. അപ്പോൾ ഒരു ബ്ലൂ കളർ ഷർട്ട് ഉണ്ടോ എന്ന് ചോദിക്കണം. ഓക്കെ, എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കാം? അപ്പോൾ നമ്മുടെ കയ്യിൽ വേറൊരു കളർ ഷർട്ട് ഉണ്ട്, നമുക്ക് ചോദിക്കേണ്ടത് എന്താ? ഇതിൻ്റെ ബ്ലൂ കളർ ഉണ്ടോ, ഇതിൻ്റെ ബ്ലൂ കളർ ഷർട്ട് ഉണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഇത് ഇങ്ങനെ ചോദിച്ചേക്കണം, ഡു യു ഹാവ് ദിസ് ഇൻ ബ്ലൂ കളർ? ഓക്കെ, ഡു യു ഹാവ് ദിസ് ഇൻ ബ്ലൂ കളർ? ഇതിൻ്റെ ബ്ലൂ കളർ ഉണ്ടോ? ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ബ്ലൂ കളർ ഉണ്ടോ? ഡു യു ഹാവ് ദിസ് ഇൻ ബ്ലൂ കളർ? ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു ഷർട്ട് എടുത്ത് പിടിച്ചിട്ടാണ് അപ്പോൾ ചോദിക്കണേ. എങ്ങനെ? ഡു യു ഹാവ് ദിസ് ഇൻ ബ്ലൂ കളർ? ഓക്കെ, ഇതിൻ്റെ ബ്ലൂ കളർ ഡ്രസ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കണേ. അപ്പോൾ ബ്ലൂ കളർ ഡ്രസ്സ് കിട്ടി, നമ്മളൊന്ന് ഇട്ട് നോക്കാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ സൈസൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇല്ലേ? ഓരോ ഷർട്ടിൻ്റെയും ഇത്ര സൈസിലാണ്, ഇത്രയാണ്, മീഡിയമാണ്, എക്സൽ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് പറ്റാത്തൊരളവിലുള്ള ഷർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് എന്ത് ചോദിക്കും? കളർ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കും ഈ സൈസിൽ, ഇന്ന സൈസിൽ ഒരു ഷർട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് 40 സൈസിൽ, ഒരു 40 സൈസിൽ നമുക്ക് ഷർട്ട് ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, 40 സൈസിൽ ഷർട്ട് ഉണ്ടോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു ഹാവ് ദിസ് ഇൻ സൈസ് 40? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് ദിസ് ഇൻ സൈസ് 40? ഓക്കെ, ഈ സാധനം 40 സൈസിലുണ്ടോ? ഡു യു ഹാവ് ദിസ് ഇൻ സൈസ് 40? ഓക്കെ, ഇങ്ങനെ ചോദിക്കാൻ ഒപ്പം ഒന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടിയിട്ട് ഡു യു ഹാവ് ദിസ് ഇൻ സൈസ് 40? ഓക്കെ, ഇതിൻ്റെ 40 സൈസിലുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ എക്സൽ ഉണ്ടോ? ഇതൊക്കെ നമുക്ക് ചോദിക്കാം. ഓൾറൈറ്റ്, അപ്പം പിന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ചോദ്യം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ഇട്ട് നോക്കാമെന്നുള്ള ഒരു രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയാൽ നമ്മുടെ കൂടെ ഒരാളെയും കൂടി, നമ്മുടെ ചങ്കിനെ നമ്മൾ കൂടെ കൂട്ടും അല്ലേ? അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാനായിട്ടൊരു കോൺഫിഡൻസ് കുറവാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും. ഒറ്റയ്ക്ക് പോകുന്നവരില്ല എന്നല്ല. അപ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുപോയ ആളുടെ അടുത്ത് ചോദിക്കണം, എടാ ഇതെനിക്ക് ഓക്കെ ആവും, ഇതെനിക്ക് ഫിറ്റ് ആവും, ഓക്കെ ഇതെനിക്ക് ഫിറ്റ് ആവും, ഇതെനിക്ക് ഓക്കെ ആവും എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് ചോദിക്കുക, ഡസ് ദിസ് ഫിറ്റ്? ഡസ് ദിസ് ഫിറ്റ്? ഇതെനിക്ക് ഫിറ്റ് ആയിരിക്കുമോ, ഇതെനിക്ക് ഓക്കെ ആയിരിക്കുമോ എന്ന് നമ്മൾ ചോദിക്കുക. എങ്ങനെയാണ്? ഡസ് ദിസ് ഫിറ്റ്? ഒരു പ്രാവശ്യം കൂടി ചോദിച്ചേ, ഡസ് ദിസ് ഫിറ്റ്? അപ്പോൾ നമുക്കിത് ഫിറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ നമുക്ക് പന്തിയെല്ലാം വിചാരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത വഴിക്ക് ഫ്രണ്ടിനോട് പറയണം, ഞാനതൊന്ന് ഇട്ട് നോക്കട്ടെ. ഓക്കെ, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. അപ്പോൾ പിന്നെ ഫിറ്റ് ആണോ ഫിറ്റ് അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവില്ല. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ എന്ന് ചോദിക്കാം. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് മീ ട്രൈ ഇറ്റ് ഓൺ. ഓക്കെ, ലെറ്റ് മീ ട്രൈ ഇറ്റ് ഓൺ. ഓക്കെ, ഇങ്ങനെ പറയാം, ലെറ്റ് മീ ട്രൈ ഇറ്റ് ഓൺ. ചില സമയത്ത് നമുക്ക് ഇത് തരുന്ന സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ അടുത്തായിരിക്കും ചിലപ്പോൾ ഈ പെർമിഷൻ എടുക്കേണ്ടി വരാം. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കും ഇല്ലേ? അതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? ക്യാൻ ഐ ട്രൈ ഇറ്റ് ഓൺ? ഓക്കെ, ക്യാൻ ഐ ട്രൈ ഇറ്റ് ഓൺ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ക്യാൻ ഐ ട്രൈ ഇറ്റ് ഓൺ? അപ്പോൾ എക്സിക്യൂട്ടീവ് പറയണം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ പറയണം, എന്നാൽ അതൊരു നല്ല ഐഡിയ ആണ്, നീ ഒന്ന് അത് ഇട്ട് നോക്ക്. ഇപ്പോൾ എടുത്തു വഴിക്ക് നമ്മൾ എന്താ ചോദിക്കാം? ഇത് ചേഞ്ച് ചെയ്യുന്ന റൂം എവിടെയാണ് എന്ന് ചോദിക്കും ഇല്ലേ? നമ്മൾ ഒരുവിധം ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എവിടെയായി ട്രയൽ റൂം, എവിടെയായി ചേഞ്ചിങ് റൂം? കാരണം ഇത് പല സ്ഥലത്തൊക്കെ ആയിട്ടായിരിക്കും അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടാക്കുക. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക നമുക്കത്? വേർ ഈസ് ദ ട്രയൽ റൂം? ഓക്കെ, വേർ ഈസ് ദ ട്രയൽ റൂം? ഓക്കെ, വേർ ഈസ് ദ ചേഞ്ചിങ് റൂം? ഓക്കെ, വേർ ഈസ് ദ ട്രയൽ റൂം എന്ന് ചോദിക്കാം. ഓക്കെ, വേർ ഈസ് ദ ട്രയൽ റൂം? ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചൂണ്ടി കാണിച്ചു തരാണ്, ഇത് ഇന്ന കോർണറിലുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി നമ്മളതൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കും, എടാ ഇങ്ങ് വന്നേ, ഇതൊന്ന് നോക്കിക്കേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അല്ലേ? നോക്കിക്കേ ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു തിങ്ക് ദിസ് ലുക്സ് ഗുഡ്?
ഡു യു തിങ്ക് ദിസ് ലുക്സ് ഗുഡ്? നിനക്ക് തോന്നുന്നുണ്ടോ ഇത് നന്നായിട്ടുണ്ടെന്ന്? ഡു യു തിങ്ക് ദിസ് ലുക്സ് ഗുഡ്? നിനക്ക് തോന്നുന്നുണ്ടോ ഇത് നന്നായിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പറയണം ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ് എന്ന് പറയാം. നമ്മൾ പറയണം അടിപൊളിയൊക്കെയാണ്, നീ പറഞ്ഞതൊക്കെ സംഭവിച്ചു, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ടൈറ്റാണ്, എനിക്കതൊരു നല്ലതായിട്ടൊരു കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല എന്ന് പറയുകയാണ് നമ്മൾ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ്സ് നൈസ് ബട്ട് ഇറ്റ് ഡസൻ ക്വൈറ്റ് ഫിറ്റ്. ഓക്കെ, എങ്ങനെ പറയാം? ഇറ്റ്സ് നൈസ് ബട്ട് ഡസൻ ക്വൈറ്റ് ഫിറ്റ്. ഓക്കെ, എങ്ങനെ പറയാം? ഇറ്റ്സ് നൈസ് ബട്ട് ഇറ്റ് ഡസൻ ക്വൈറ്റ് ഫിറ്റ്. ഓക്കെ, സാധനമൊക്കെ നല്ലതാണ്, പക്ഷെ നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവണില്ല എന്ന് പറയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇട്ട ഡ്രസ്സൊക്കെ ഊരി നമ്മൾ അവിടെ കൊണ്ടു കൊടുത്തിട്ട് പറയാണ് ഇത് ഫിറ്റല്ല, ഒരു ഒന്ന് മാറ്റി തരും എന്ന് പറയാണ്. അപ്പോൾ അതിനടുത്ത് തൊട്ടടുത്ത സൈസ് വന്നു, നമ്മളത് ഇട്ട് നോക്കി, ഇത് മനോഹരമായിട്ടിരിക്കണം. അപ്പം നമ്മളിങ്ങനെ വിലയൊക്കെ നോക്കുമല്ലോ, ഇടയ്ക്ക് വിലയൊക്കെ നോക്കിയപ്പോൾ പ്രൈസ് ടാഗ് കാണാനില്ലെന്ന് വിചാരിക്കും. എടുത്ത വഴിക്കും നമ്മൾ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് ചോദിക്കും ഇതിന് എത്ര രൂപയാണ്, ഇതിന് എത്ര രൂപയാണ് എന്ന് ചോദിക്കും. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? എങ്ങനെ ചോദിക്കാം? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? ഇതിന് എത്ര രൂപയാണ്? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? ഓക്കെ, അപ്പോൾ ആള് കാശൊക്കെ പറഞ്ഞു, സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ കാശ് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും എന്ത്? ആ ഡാ സംഗതി അടിപൊളിയാണ്, പക്ഷെ എൻ്റെ കയ്യിലുള്ള കാശിന് ഇത് മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഇത് മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയാണ്. ഇങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ എം നോട്ട് ഷുവർ ഐ ക്യാൻ അഫോർഡ് ദിസ്. എങ്ങനെ പറയാം? ഐ എം നോട്ട് ഷുവർ ഐ ക്യാൻ അഫോർഡ് ദിസ്. ഇങ്ങനെ പറയാം, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഐ എം നോട്ട് ഷുവർ ഐ ക്യാൻ അഫോർഡ് ദിസ്. ഇത് മേടിക്കാൻ എനിക്ക് കഴിയും തോന്നണില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ചില സാധനം എടുക്കുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ബഡ്ജറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഗതിയാണ് എന്ത്? ഐ എം നോട്ട് ഷുവർ ഐ ക്യാൻ അഫോർഡ് ദിസ്. ഓക്കെ, ഐ എം നോട്ട് ഷുവർ ഐ ക്യാൻ അഫോർഡ് ദിസ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മളെ വല്ലാതെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യണ ഒരു ചങ്കാന്ന് വിചാരിക്കും. നമ്മൾ അവസാനം ആ ഷർട്ട് അങ്ങ് മേടിക്കും. മേടിച്ച് കഴിയുമ്പോൾ നമ്മുടെ മറ്റൊരു സുഹൃത്തിനും കൂടി ഒരു ഷർട്ട് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആ സുഹൃത്തിനും കൂടി ഒരു ഷർട്ടൊക്കെ മേടിച്ച് നമുക്കാണ് ഒരു ഷർട്ട് മേടിക്കണമെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എടുത്തിട്ട് പോവാം. പക്ഷെ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ നമ്മൾ സ്വതവേ എല്ലാ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ അടുത്തും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താണ്? ആ ഇതിട്ട് നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും കേട്ടോ എന്ന് പറയുമല്ലേ. സാധാരണ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഡ്രസ്സ് മേടിച്ചാലൊക്കെ അവർ പറയുന്ന ഒരു ഡയലോഗാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പാകമായില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും. ഈ ഒരു ഡയലോഗ് പറയാതെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആളുകൾ വളരെ കുറവാണ്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ക്യാൻ ഐ റിട്ടേൺ ദിസ് ഇഫ് ഹി ഡസൻ ലൈക്ക് ഇറ്റ്? ഓക്കെ, ക്യാൻ ഐ റിട്ടേൺ ദിസ് ഇഫ് ഹി ഡസൻ ലൈക്ക് ഇറ്റ്? ഓക്കെ, അവന് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ? ക്യാൻ ഐ റിട്ടേൺ ദിസ് ഇഫ് ഹി ഡസൻ ലൈക്ക് ഇറ്റ്? ഓക്കെ, ഒന്നുകൂടെ എൻ്റെ ഒപ്പം പറഞ്ഞേ, ക്യാൻ ഐ റിട്ടേൺ ദിസ് ഇഫ് ഹി ഡസൻ ലൈക്ക് ഇറ്റ്? ഓക്കെ, അവന് ഇഷ്ടമായില്ലെങ്കിൽ ഞാനിത് തിരികെ കൊണ്ടുവന്നോട്ടെ എന്നാണ് നമ്മൾ ചോദിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 സെൻറ്റൻസോളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം തുടങ്ങി എവിടെ ഷോപ്പിങ്ങിന് പോയാലും മറക്കാതെ ഇംഗ്ലീഷ് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സെൻറ്റൻസ്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഞാൻ എപ്പോഴും നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ ആ പഠിച്ചതൊന്നുകൂടെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ശനിയാഴ്ച നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.